കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരം CPIക്ക് മേയർ സ്ഥാനം കൈമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചിരിക്കുന്നത്. കണ്ണൻ നായർ വിവരങ്ങൾ നൽകും. കണ്ണൻ, രാജിവെക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം CPIയുടെ രാജിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണോ? ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് പ്രസന്ന എണസ്റ്റ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി രാജിവെക്കുമെന്നായിരുന്നു മുന്നണി ധാരണ. എന്നാൽ ആ ധാരണ പാലിക്കാൻ CPMന്റെ പ്രതിനിധിയായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പ്രസന്ന എണസ്റ്റ് തയ്യാറായില്ല. അതിനെ തുടർന്ന് CPIയുടെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള കൊല്ലം മധു അടക്കമുള്ള ആൾക്കാർ രാജിവെച്ച് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 10-ാം തീയതി രാജിവെക്കുമെന്നുള്ള തീരുമാനം അവർ അറിയിച്ചു. അങ്ങനെ 10-ാം തീയതി അവർ ഇന്ന് രാജിവെച്ചിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ പല നിർമ്മാണം പൂർത്തിയാകാത്ത പല ഉദ്ഘാടനങ്ങളുടെയും പല കാര്യങ്ങളുടെ ഉദ്ഘാടനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ പ്രസന്ന എണസ്റ്റ് രാജിവെച്ചിരിക്കുന്നതെന്നുള്ളതാണ്, സ്ഥാനം രാജിവെച്ചിരിക്കുന്നതെന്നുള്ളതാണ് പ്രധാന ആരോപണം. കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലാൽ ബഹദൂർ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു പവലിയൻ നിർമ്മാണം പൂർത്തിയാക്കി. പക്ഷേ അവിടേക്ക് ഒരു പന്ത് ഉരുളാനോ അല്ലെങ്കിൽ കായികമേള നടത്താനോ ഉള്ള ഒരു സൗകര്യമില്ല. അതിനു മുമ്പ് തന്നെ പവലിയൻ ഉദ്ഘാടനം ചെയ്ത് പവലിയൻ്റെ ഉദ്ഘാടനത്തിന് ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ പ്രസന്ന എണസ്റ്റ് ശ്രമിച്ചു എന്നുള്ള പ്രതിപക്ഷാരോപണമുണ്ട്. പ്രത്യേകിച്ച് ഭരണകക്ഷിയിലെ ചില അംഗങ്ങൾ തന്നെ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പ്രസന്ന എണസ്റ്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. എസ് വിജയകുമാരിക്കാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ചുമതല ഉണ്ടാവുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ല. ബജറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബജറ്റ് തയ്യാറാക്കലും അല്ലെങ്കിൽ മറ്റ് പദ്ധതി കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഈ കൊല്ലം കോർപ്പറേഷനിൽ നിയോഗിക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങളും പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആൾക്കാരും ഉന്നയിക്കുന്നത്.